തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സാദിഖ് അലി തങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന വ്യാജ ആരോപണങ്ങളും പ്രചരണങ്ങളും രാഷ്ട്രീയ രംഗത്ത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ഇത് വ്യാജ ആരോപണമാണെന്ന പരാതിയുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തി. ലീഗ് നേതൃത്വത്തിന്റെ പരാതിയിൽ മലപ്പുറം സൈബർ ക്രൈം പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. അപകീർത്തിപ്പെടുത്തൽ, പ്രകോപനം സൃഷ്ടിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രകാരമാണ് കേസ്. സാദിഖ് അലി തങ്ങൾക്കെതിരായ പ്രചാരണത്തിൽ കുടുംബത്തിന്റെ വലിയ പ്രയാസമുണ്ടെന്ന് മുനവറി തങ്ങൾ പറഞ്ഞു. നിയമപരമായും രാഷ്ട്രീയപരമായും ഇതിനെ നേരിടുമെന്നും മുനവറി തങ്ങൾ വ്യക്തമാക്കി. അല്ല, അതൊക്കെ വെറും ഫേക്കാണെന്നും അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് അതിൽ സ്വാഭാവികമായും ഇങ്ങനെ സമൂഹ മാധ്യമത്തിൽ തേജോധനം ചെയ്യുമ്പോൾ പ്രയാസമുണ്ടാവും. പക്ഷെ അത് രാഷ്ട്രീയപരമായും നിയമപരമായും നമ്മൾ നേരിടും. അതിനുവേണ്ട എല്ലാ നടപടികളുമായി പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്നലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോസ്റ്റ് ഇട്ട് നമ്മൾ കണ്ടു. അപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിയമപരമായുള്ള ഏത് നീക്കുപോക്കങ്ങളാണ് സാധുതമായത്, ആ രീതിയിൽ അതിനെ ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. സാദിഖ് അലി തങ്ങളെ പിന്തുണച്ച് KT ജലീലും രംഗത്തെത്തി. സാദിഖ് അലി തങ്ങളെ അപമാനിക്കാനുള്ള ശ്രമങ്ങളിൽ കരുതിയിരിക്കണമെന്നാണ് KT ജലീലിന്റെ പോസ്റ്റ്. CV അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. അനുമോദ്, ഈ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഈ സാദിഖ് അലി തങ്ങൾക്കെതിരെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ചില ദുഷ്പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ട്. ആരാണ് ഇതിന് പിന്നിലെന്നറിയണം. പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ ലീഗ് നേതൃത്വത്തിന്റെ വിശദീകരണം? ടോം, ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മാത്രം തുടങ്ങിയ ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ടിലുള്ളതാകട്ടെ ഈ അപകീർത്തി പോസ്റ്റും മറ്റേ ഒരു ഫോട്ടോയും മാത്രം. അത്തരത്തിൽ ദുരൂഹത നിറഞ്ഞ ഒരു അക്കൗണ്ടാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വിശ്വാസ്യത അത് കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങളുടെ വിശ്വാസ്യത അതും അന്വേഷിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ ഇത് ഒരു കെട്ടിച്ചമച്ച, തിരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകുന്ന ഇതുപോലെയുള്ള ഒരു കെട്ടിച്ചമച്ച ആക്ഷേപമായി, വ്യാജ ആരോപണമായിട്ടാണ് പ്രാഥമികമായിട്ട് ഇതിനെ വിലയിരുത്തുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെ ഇത്തരത്തിലൊരു സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം ശക്തമായപ്പോൾ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം സൈബർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അതുപ്രകാരമാണ് അവർ വ്യാജ രേഖ ചമച്ചതിനും സമൂഹത്തിൽ സ്പർദ്ധ സൃഷ്ടിക്കാനും കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിനുമൊക്കെ ഉള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. പോലീസിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിലേറ്റവും ഒരു പ്രതിസന്ധി ഇതിൻ്റെ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അറിയാനുള്ളതിൻ്റെ ഒരു കാലതാമസമുണ്ട്. ഇത് എവിടെ നിന്നാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ മെറ്റയുടെ സഹായം തേടിയിരിക്കുകയാണ് പോലീസ്. പക്ഷേ അത് സമയമെടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആശയവിനിമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അക്കൗണ്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ സൈബർ പോലീസിന് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാവുള്ളൂ. നിലവിൽ ഈ ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. എന്നാണെങ്കിലും രാഷ്ട്രീയമായിട്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു കാര്യത്തെ കാണുന്നത്. അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഏറ്റവും സമുന്നതനായ ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവിൻ്റെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ ഒരു പോസ്റ്റ് ഇട്ടതിലൂടെ സ്വാഭാവികമായിട്ടും ഉദ്ദേശിച്ചതും അത്തരത്തിലുള്ളൊരു പ്രചാരം തന്നെയായിരിക്കാം. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിന് ശേഷമേ വ്യക്തമാക്കാൻ കഴിയൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ കേരളം ഒന്നാകെ അദ്ദേഹത്തിന് പിന്നാലെ അണിനിരക്കുന്ന, അല്ലെങ്കിൽ ഈ അപകീർത്തി ആരോപണത്തിൽ അദ്ദേഹത്തിൻ്റെ ഇതൊരു വ്യാജ ആരോപണമാണെന്നും അദ്ദേഹം മാന്യത പുലർത്തുന്ന വ്യക്തിയാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് എല്ലാ നേതാക്കളും ഒരുപോലെ ഇതിനെ അപലപിക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. ടോം, അനുമോദ്, നമുക്കറിയാം ഇത് മുസ്ലിം ലീഗിൻ്റെ നേതാവിനപ്പുറം ഒരു സമുദായത്തിൻ്റെ ആത്മീയ നേതാവ് കൂടിയാണ് തങ്ങൾ. സ്വാഭാവികമായതൊരു ഒരു മതവികാരം വ്രണപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരിക്കലും ഒരു തങ്ങൾ കുടുംബത്തിനെതിരെ അല്ലെങ്കിൽ തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കെതിരെ ഈ രീതിയിലുള്ള അപകീർത്തികരമായ ഒരു പരാമർശങ്ങൾ ഉണ്ടായാൽ പോലും അത് ഏറെ വൈകാരികമായിട്ടാണ് ആ സമുദായത്തിൽപ്പെട്ടവർ അതിനെ കാണുന്നത്. തീർച്ചയായും ഇതൊരു ബോധപൂർവമായിട്ടുള്ളൊരു ആക്രമണമായി, സൈബർ ആക്രമണമായി തന്നെ ഇതിനെ കാണേണ്ടതല്ലേ? ഇതിന് പിന്നിൽ ആരാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ രീതിയിലുള്ള ഈ സൈബറിടത്തെ ആക്രമണം ഒരു രാഷ്ട്രീയ
അതിന് പിന്നീട് രാഷ്ട്രീയമുണ്ടെന്ന് കരുതണോ അതോ മറ്റെന്തെങ്കിലും ഒരു സാമുദായികമായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഭിന്നത സൃഷ്ടിക്കുക, രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക, അതാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പം അത് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതിന് ഒരു പരിമിതിയുണ്ട്. കാരണം നമ്മൾ സജീവ രാഷ്ട്രീയത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്താണ് നിൽക്കുന്നത്. ഇതിൽ ആക്ഷേപങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയാം, പക്ഷേ അതിന് പിന്നിൽ എന്താണ് എന്നുള്ളതിലേക്ക് നമുക്ക് പെട്ടെന്നൊരു വിലയിരുത്തൽ കടക്കാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. ഒന്നാമത്തെ കാര്യം, ഈ പോസ്റ്റ് ഇട്ടത് അത്ര സജീവമായ ഒരു അക്കൗണ്ടിലല്ല എന്നുള്ളതാണ്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണോ ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് എന്ന ചോദ്യം ഒന്നാമതായിട്ട് ഉയരുന്നുണ്ട്. പിന്നെ രണ്ടാമതായി ടോം ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു സംശയം മാത്രമാണ്, ആ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന മ്യൂച്വൽ ഫണ്ട് ലിസ്റ്റിൽപ്പെട്ട ഒരാളെ കുറിച്ചുള്ള ആക്ഷേപങ്ങളുണ്ട്. അത് വെറും ആക്ഷേപങ്ങളാണ്, അതിൽ അടിസ്ഥാനമില്ല എന്നാണ് ആ ആക്ഷേപം, അല്ലെങ്കിൽ ആർക്കെതിരെയാണോ ആക്ഷേപം ഉയർന്നത് അയാൾ അവകാശപ്പെട്ടിരിക്കുന്നത്. അയാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സജീവമായിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത്തരത്തിലൊരു കാര്യം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായിട്ട് ഉയരുന്ന ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ആരോപണമായിട്ട് പറയാൻ കഴിയുന്നത്. മറ്റു ഒരു തരത്തിലും ഇത് എവിടെയും സ്വീകാര്യമായ ഒന്നായിട്ടല്ല കാണുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ പൊതുവെ ഇടതുപക്ഷവും അതേപോലെ തന്നെ മുസ്ലിം ലീഗിനെതിരായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരൊക്കെ ഈ ഒരു കാര്യത്തെ ഒന്നായി അപലപിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ വിശ്വാസ്യതയില്ല ഈ ഒരു പോസ്റ്റിന് എന്ന തരത്തിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഉള്ളടക്കമുള്ളത്. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്, അദ്ദേഹം ആത്മീയ നേതാവ് മാത്രമല്ല രാഷ്ട്രീയപര നേതാവ് കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം അത് ഇതുവരെയും നമുക്കറിയാവുന്നതാണ്, കളങ്കരഹിതമായതാണ്. വളരെ വ്യക്തതയാർന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ് ശ്രീ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമാകട്ടെ, അദ്ദേഹത്തിൻ്റെ നിലപാടുകളാകട്ടെ, അതെല്ലാ കാലത്തും രാഷ്ട്രീയ കേരളം ഒന്നാകെ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയും. പക്ഷേ അതിൻ്റെ ആഴങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇത് ഏത് വഴിയാണ്, ആരുടെ ലക്ഷ്യമാണ്, ആരുടെ പ്ലാനാണ് എന്നതൊക്കെ നമുക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഈ അക്കൗണ്ട് ഉടമയെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രമേ പറയാനാകൂ. മറ്റെല്ലാം ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്ന ചില താറടിക്കാനുള്ള, കരിവാരി തേക്കാനുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള നീക്കമായിട്ട് തന്നെ വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. ടോം, ഈ സംഭവത്തിൽ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപകീർത്തിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ്, അതായത് വ്യാജരേഖ ചമയ്ക്കൽ, പ്രകോപനം സൃഷ്ടിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് സൈബർ പോലീസിൻ്റെ നടപടി. അതായത് ഇത് നിരവധി ആളുകൾ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. നിലവിൽ ആർക്കെങ്കിലും എതിരെ ആരെങ്കിലും ഈ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ടോ? ഇത് ഷെയർ ചെയ്തവരുൾപ്പെടെ പ്രതികളാകാനുള്ള സാധ്യതയുണ്ടോ? ടോം, ഏതൊരു ഈ സൈബർ അധിക്ഷേപ കേസുകൾ വരുമ്പോഴും ഇത് പങ്കുവെക്കുന്നവർ പോലീസിൻ്റെ അന്വേഷണ നിലയിലാകുമെന്നുള്ളത് വസ്തുത തന്നെയാണ്. പലപ്പോഴും അത് അന്വേഷണത്തിന് നേരിട്ട് ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് പോലീസ് ഷെയർ ചെയ്തവരുടെ അക്കൗണ്ടുകൾ പരിശോധിക്കും, അവരുടെ മുൻകാല പോസ്റ്റുകൾ പരിശോധിക്കും, അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ കാര്യമായിട്ട് തന്നെ പരിശോധിക്കുകയും ചെയ്യും. പക്ഷേ അതിലേക്കൊക്കെ എത്തണമെങ്കിൽ ഈ ഒരു പോസ്റ്റിൻ്റെ ആധികാരികത വ്യക്തമാകണം. ആ പോസ്റ്റ് ഇട്ട ആളെക്കുറിച്ചൊരു വ്യക്തത വരണം. ഈ പോസ്റ്റ് എവിടെ നിന്ന് ഇട്ടു, വിദേശത്തു നിന്നാണോ അതോ നാട്ടിൽ നിന്നാണോ? രണ്ടാമതായിട്ട് ഈ ഫോട്ടോ AI നിർമ്മിതമാണോ അതോ അത് ഒറിജിനലാണോ? അങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് പോലീസ് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന് സാങ്കേതികമായി ചില കാര്യങ്ങൾ പൂർത്തിയാക്കണം. സാങ്കേതിക വിദഗ്ധരുടെ സഹായം വേണം. മെറ്റയുടെ സഹായമാണ് വേണ്ടത്. മെറ്റ ആധികാരികമായിട്ട് ഈ പോസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ അക്കൗണ്ട് ഉടമയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയാൽ മാത്രമേ പോലീസിൻ്റെ ആദ്യഘട്ട നടപടികൾ തുടങ്ങൂ. രണ്ടാമതായിട്ട് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്, ഇത് ഷെയർ ചെയ്തത് സ്വാഭാവികമായിട്ടും അവരുടെ പോലീസിൻ്റെ അന്വേഷണ റഡാറിൽ വരും. അത് എല്ലാവരും അപകീർത്തിപ്പെടുത്തണം എന്ന് വിചാരിച്ച് ഷെയർ ചെയ്തതായിരിക്കില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടും മറ്റും ഷെയർ, അതൊക്കെ തന്നെ എന്താണെങ്കിലും പോലീസിൻ്റെ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ആരെയും കസ്റ്റഡിയിലെടുക്കുക, അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള വിവരശേഖരണമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും പ്രധാനമായിട്ടും നടക്കുന്നത്. ടോം, വ്യക്തമാണ്. CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. സാദിഖ് അലി തങ്ങളല്ല ആർക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണമാണെങ്കിലും അത് അപലപിക്കേണ്ടതാണ്, ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.